രാവിലെ തന്നെ പരശുവിൽ കയറിയിട്ട് കോഴിക്കോടേക്ക് വന്നു കേട്ടോ. ഇന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാലുശ്ശേരി വന്ന് ഫുഡ് കഴിക്കുകയാണേ. എൻ്റെ അനിയനും അമ്മയാണ് കേട്ടോ ഇത്. അവരാണ് കേട്ടോ ഇന്ന് എക്സാമിന് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ അവൻ്റെ വക 3 ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ അടുത്ത് പോകുന്ന കുറച്ച് പൂവ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞു തിരക്ക് പിടിച്ച് നടക്കുന്ന പൂവ് കണ്ടിട്ടാണ് കേട്ടോ 100 രൂപയ്ക്ക് പൂവ് വാങ്ങിയത്. ഇതൊരു 2-3 ദിവസത്തേക്ക് ഉള്ളത് ഉണ്ട് കേട്ടോ. അത്ര ചെറിയ പൂക്കളാണ് ഞങ്ങൾ വീട്ടിലിടാറ്. കണ്ണൂർ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ അന്ന് എന്തായാലും നാട്ടിൽ വരണം. അതുകൊണ്ട് തന്നെ അത് മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പൂവിടാറില്ല കേട്ടോ. പൂവെല്ലാം വാങ്ങി പിന്നെ അതാ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ കുഞ്ഞു കടല കഴിക്കായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞു കടല കഴിക്കുമ്പോൾ ഒരു പ്രാവിനും കടല കൊടുക്കുന്നുണ്ട്. അത് പിന്നെ കുഞ്ഞുവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നില്ലായിരുന്നു. കുഞ്ഞുവിനാണ് ഞങ്ങളെ കൂടെ വരാനും താല്പര്യമില്ലായിരുന്നേ. കുറേ നേരം അതിലെ ചുറ്റി നടന്നതിന് ശേഷം കുഞ്ഞുവിനെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോയതാണേ. കുഞ്ഞുവിനൊരു നായ്ക്കുട്ടീനെയോ പൂച്ചക്കുട്ടീനെയോ ഒരു കോഴീനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു അരുമമൃഗത്തിനെ വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ ആഴ്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലായതുകൊണ്ട് ഇതിനെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. കുഞ്ഞുവിന് മാമൻ്റെ വക പുതിയ ഡ്രസ്സ് കിട്ടി, വാച്ച് കിട്ടി. ഇതെല്ലാം സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ ഒരു കല്യാണ വീടുണ്ടെന്ന് പറഞ്ഞ് അമ്മേൻ്റെ കൂടെ കല്യാണത്തിന് പോയി. അവൾ അവിടുന്ന് ഒരേ ഡാൻസാണേ. ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വേഗം കിടന്നുറങ്ങി. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ടാറ്റ ബൈ ബൈ.